ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. നമുക്ക് എല്ലാവർക്കും സമൂസ വളരെ ഇഷ്ടമല്ലേ? അപ്പോൾ ഒരു ചിക്കൻ സമൂസയാണെങ്കിലോ? എന്നാൽ ചിക്കൻ സമൂസ തന്നെ നമ്മൾ എന്നും തിന്നുന്ന ടേസ്റ്റിനേലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്നാലോ? സൂപ്പറായിരിക്കില്ലേ? അപ്പോൾ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. ചിക്കൻ ചില്ലി സമൂസ. ഇനി സമൂസ ഫ്രൈ ചെയ്യുന്നത് എയർ ഫ്രയറിലാണെങ്കിലോ? അതിനേലും ഹെൽത്തി ആകില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഹെൽത്തി സമൂസ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സമൂസ ലീഫ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിൽ 1.5 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. രണ്ട് മിനിറ്റോളം കൈകൊണ്ട് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തി പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. മാവ് ഒട്ടും ടൈറ്റായി പോകരുത്, അതുപോലെ തന്നെ ലൂസാകാനും പാടില്ല. ഈ മാവ് ഒരു 10 മിനിറ്റ് ഇങ്ങനെ നന്നായി കുഴച്ച് സെറ്റാക്കുക. മാവ് നല്ല സോഫ്റ്റായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് നന്നായി കുഴച്ച് 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഇനി ഫില്ലിംഗ് റെഡിയാക്കുന്നതിന് വേണ്ടി ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് കുക്ക് ചെയ്ത് വെക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു സവാള ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്. ഇനി ഫില്ലിംഗ് റെഡിയാക്കാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. സോസും സെറ്റായി വരുമ്പോഴേക്കും ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഫൈനലി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സായി നല്ലോണം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മാവ് ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമൂസ ലീഫ് ഉണ്ടാക്കാൻ തുടങ്ങാം.
ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് റോളിംഗ് ബോർഡിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. കുറച്ച് പൊടി തൂവി റോൾ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഞാനിത് സർക്കിൾ ഷേപ്പിലാണ് റോൾ ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ട് റോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയൊരു സർക്കിൾ നമ്മൾ റോൾ ചെയ്തെടുക്കുക, എന്നിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാ ബോൾസും ചെറുതായിട്ട് സർക്കിൾ ഷേപ്പിലൊന്ന് റോൾ ചെയ്ത് വെക്കാം. എല്ലാം റോൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്ത് അതിൻ്റെ മുകളിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ കുറച്ച് മൈദപ്പൊടി നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെക്കൻഡ് റൊട്ടി വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ വളരെ തിന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. ട്രയാങ്കിൾ ഷേപ്പിൽ തിന്നായിട്ട് പരന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തവ നന്നായി ചൂടാക്കുക. നന്നായി ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് രണ്ട് സൈഡും 30 സെക്കൻഡ് വീതം കുക്ക് ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം ചൂടാക്കി എടുത്താൽ മതി. ഈ ലീഫ് എളുപ്പത്തിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കുന്നത്. ഓവർ കുക്ക് ആവരുത്. ഓവർ കുക്ക് ആയാൽ സമൂസ കറക്റ്റ് ആവില്ല. ഇനി ഇത് നമുക്ക് പതുക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. തിന്നായിട്ടുള്ള ലീഫ് റെഡിയായി. ലീഫ് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ വെള്ളത്തിൽ കുറുക്കി റെഡിയാക്കി വെക്കണം. ഈ മൈദ മിക്സ് നമുക്ക് 3 കോർണറിലും തേച്ച് കൊടുക്കാം. ആദ്യം ഇതുപോലെ 2 സൈഡ് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു പോക്കറ്റ് ഫോം ആയിട്ടുണ്ട്. ഈ പോക്കറ്റിലേക്ക് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ കോർണർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ സമൂസ റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് സർക്കിളിൽ പരത്തിയെടുത്താലും സെയിം ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ കഴിയും. എല്ലാ സമൂസയും ഇതുപോലെ ഫില്ല് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു അളവിലെടുത്താൽ മൊത്തം 6 സമൂസയാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് എയർ ഫ്രയറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എയർ ഫ്രയർ ബാസ്ക്കറ്റ് എടുത്ത് അതിലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സമൂസ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അറ്റ് എ ടൈം നമുക്ക് 3 സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സമൂസയുടെ മേലെ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി എയർ ഫ്രയറിൽ ബാസ്ക്കറ്റ് പ്ലേസ് ചെയ്യാം. സമൂസ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എയർ ഫ്രയറിൽ ഡീഫോൾട്ട് ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ 180 ഡിഗ്രിയിൽ 12 മിനിറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ കുക്കിംഗ് ടൈം 12 മിനിറ്റ് ആണ്. അതിൻ്റെ ഹാഫ് മിനിറ്റിൽ, അതായത് 6th മിനിറ്റിൽ ഷെയ്ക്ക് അലാം ഓൺ ആകും. ആ ടൈമിൽ നമുക്ക് സമൂസ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഷെയ്ക്ക് അലാം ഓൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാസ്ക്കറ്റ് പുറത്തെടുക്കാം.
സമൂസയുടെ 2 സൈഡിലും നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതുപോലെ സമൂസ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും വേണം. വീണ്ടും ബാസ്ക്കറ്റ് നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ടെമ്പറേച്ചർ 180 നിന്ന് 200 ആയി മാറി. ഇപ്പോൾ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബാസ്ക്കറ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ സമൂസ നന്നായി ഫ്രൈ ആയിട്ടില്ലാന്ന് തോന്നുകയാണ്, ബ്രൗൺ കളർ കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കുറച്ചും കൂടി ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒരു 200 ഡിഗ്രിയിൽ ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ കളറിൽ മുരിഞ്ഞു വരും. നല്ല ടേസ്റ്റിയായ നല്ല ക്രിസ്പിയായ ചില്ലി സമൂസ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.